കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടനം തുടരുകയാണ്. എളമരം ബാലുശ്ശേരി മണ്ഡലത്തിലും കെ ശൈലജ ടീച്ചർ കുറ്റ്യാടിയിലുമാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. AK ലതീഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ലതീഷ്, ഞാൻ പറയുകയായിരുന്നു, എന്നാൽ ഞായറാഴ്ച അവധി ദിനമൊക്കെ ആയതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ഇന്ന് കൂടുതൽ തിരക്കിലായിരിക്കുമല്ലേ? പരമാവധി ആളുകളെ വീടുകളിലൊക്കെ ചെന്ന് കാണാനുള്ള തിരക്ക് കൂടി ഉണ്ടാകുമല്ലോ. ഒപ്പം തന്നെ പര്യടന പരിപാടി, സ്വീകരണ പരിപാടി ഒക്കെ ഉണ്ടാകുമല്ലോ ഇന്ന്. അവധി ദിനമാണെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമില്ല. കൂടുതൽ ആളുകളെ കാണാനുള്ളൊരു സൗകര്യം കൂടിയാണ്, അല്ലെ കൂടുതൽ വോട്ടർമാരിലേക്ക് എത്താനുള്ള ഒരു ദിവസമാണ് ഇത്തരം അവധി ദിവസങ്ങളെന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി, ഇന്നലെ പ്രവൃത്തി ദിനമാണെങ്കിലും കഴിഞ്ഞ 2-3 ദിവസമായി പൊതു അവധി നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ പൊതുപര്യടനത്തിൻ്റെ തിരക്കിലാണ്. രാവിലെ 8:30 തന്നെ പൊതുപര്യടനങ്ങൾ ആരംഭിക്കും. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിലാണ് പൊതുപര്യടനം നടത്തുന്നത്. 8:30 കാന്തപുരത്ത് നിന്നും അദ്ദേഹം പ്രചാരണം തുടങ്ങും. രാത്രി 8:30 വരെയാണ് പര്യടനമുള്ളത്. രാത്രി 8:30 കായണ്ണ മുട്ടന്തറയിലാണ് പര്യടനം സമാപിക്കുക. ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഒരു 11-11:30 രാവിലെ ആരംഭിക്കുന്ന പര്യടനം അവസാനിക്കും. പിന്നീട് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് പൊതുപര്യടനം തുടങ്ങുന്നത്. ആ രീതിയിലാണ് സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ ഇന്ന് നാദാപുരം അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുന്നത്. രാവിലെ മുണ്ടക്കുറ്റിയിൽ നിന്നാണ് 9 മണിയോടുകൂടി പ്രചാരണം ആരംഭിക്കുക. രാത്രി 7:30 കുമ്മങ്കോട് പൊതുപര്യടനം സമാപിക്കും. ഈ രീതിയിലാണ് കെ ശൈലജ ടീച്ചറുടെ പൊതുപര്യടനം. UDFൻ്റെ സ്ഥാനാർത്ഥി കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹം ഇന്ന് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത്. UDF സ്ഥാനാർത്ഥികൾ വടകരയിലും അതേപോലെ തന്നെ കോഴിക്കോടും പൊതുപര്യടനം അവർ ആരംഭിച്ചിട്ടില്ല. അവർ വ്യക്തികളെയും സ്ഥാപനങ്ങളും മറ്റും സന്ദർശിച്ച് ആ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ ആ നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് അവർ മുഴുകിയിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തിനകം തന്നെ ഇവരും പൊതുപര്യടനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥികളും വടകരയിൽ യുവമോർച്ച നേതാവായ പ്രഫുൽ കൃഷ്ണയാണ് മത്സരിക്കുന്നത്. കോഴിക്കോട്ട് MT രമേശാണ് NDA സ്ഥാനാർത്ഥി. ഇരുവരും പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. NDA പ്രചാരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവേദേക്കറും ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്. എന്തായാലും പ്രധാന മത്സരം ഈ 2 മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിലാണെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങളുമായി NDAയും ഇരു മണ്ഡലങ്ങളിലും സജീവമായുണ്ട്. കീർത്തി.